ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EST 130 നോഡൽ അനാലിസിസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷ് അനാലിസിസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് യൂസിങ് മെഷ് ഇക്വേഷൻസ്, പ്രോബ്ലംസ് യൂസിങ് മെട്രിസസ്, അതുപോലെ തന്നെ ക്രൈമേഴ്സ് റൂളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോംപ്ലക്സ് സർക്യൂട്ട് എങ്ങനെ ഒരു നോഡൽ ടെക്നിക്ക് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ് വെച്ച് എങ്ങനെ നമുക്കതിനെ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നോഡൽ അനാലിസിസിന് വേറൊരു പേരെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോഡ് വോൾട്ടേജ് മെത്തേഡ്. ഓക്കെ, നോഡൽ അനാലിസിസിൻ്റെ മറ്റൊരു പേര് എന്താണെന്ന് വെച്ചാൽ നോഡ് വോൾട്ടേജ് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഓരോ നോഡിലെയും വോൾട്ടേജസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു നോഡൽ അനാലിസിസിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു റഫറൻസ് നോഡായിട്ട് ഒരു നോഡിനെ സെലക്ട് ചെയ്യുക. സെലക്ട് എ നോഡ് ആസ് ദി റഫറൻസ് നോഡ്. റഫറൻസ് നോഡായിട്ട് ഒരു നോഡിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, റഫറൻസ് നോഡായിട്ട് ഒരു നോഡിനെ സെലക്ട് ചെയ്യുക. നമുക്ക് പ്രോബ്ലം വെക്കുമ്പോൾ അത് മനസ്സിലാകും. അതിനുശേഷം ബാക്കി വരുന്ന വോൾട്ടേജസ്, അതായത് ഓരോന്നിനും വോൾട്ടേജസ് അസൈൻ ചെയ്യുക. റിമൈനിങ് ഇപ്പം n നോഡ്സ് ഉണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ n നോഡ്സ് ഉണ്ടെങ്കിൽ റഫറൻസ് നോഡായിട്ട് nth നോഡ് പോയാൽ റിമൈനിങ് n-1 നോഡ്സിന് വോൾട്ടേജസ് അസൈൻ ചെയ്യണം. എന്നതിന് ശേഷം എന്ത് ചെയ്യുക? അപ്ലൈ KCL ഓരോ റിമൈനിങ് നോഡ്സിനും. KCL ടു ദ റിമൈനിങ് എന്താണ്? n-1 നോഡ്സിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? KCL അപ്ലൈ ചെയ്യണം. അത് കണ്ടുപിടിച്ചത് KCL അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. സോൾവ് ദ ഇക്വേഷൻസ്. എന്തിനാണ്? അൺനോൺ നോഡ് വോൾട്ടേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഈ 3 സ്റ്റെപ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നോഡൽ അനാലിസിസിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് നോഡ് വോൾട്ടേജ് മെത്തേഡ് എന്നാണ്. അതിനകത്ത് 3 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മളൊരു സർക്യൂട്ട് തന്നിരുന്ന അതിലൊരു റഫറൻസ് ആയിട്ട് ഒരു നോഡിനെ സെലക്ട് ചെയ്യുക. ബാക്കി വരുന്ന നോഡ്സിനെ എല്ലാം വോൾട്ടേജ് V1, V2, V3 വെച്ച് അസൈൻ ചെയ്യുക. എന്നതിന് ശേഷം എന്ത് ചെയ്യണം? KCL അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള n-1 നോഡ്സിൽ എന്ത് അപ്ലൈ ചെയ്യണം? KCL അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു റഫറൻസ് നോഡ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റഫറൻസ് നോഡ് എന്ന് പറയുന്നത് കോമൺലി അത് എന്താണ്? ഗ്രൗണ്ട് ആണ്. അതിന് 0 പൊട്ടൻഷ്യൽ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഒരു റഫറൻസ് നോഡിനെ നമുക്ക് 3 സിമ്പിൾസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഒരു സിമ്പിൾ, അതല്ലെങ്കിൽ ഇങ്ങനെ, അതല്ലെങ്കിൽ ഇങ്ങനെ. ഇതിലേത് സിമ്പിൾസ് വേണമെങ്കിലും നമുക്ക് റഫറൻസ് നോഡിന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ യൂസിങ് നോഡ് വോൾട്ടേജ് മെത്തേഡ് find the current through 15 ohm റെസിസ്റ്റർ. ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇത് റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ അടുത്ത റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ അടുത്ത റെസിസ്റ്റർ. ഇത് വോൾട്ടേജ് സോഴ്സ് പ്ലസ് മൈനസ്. ഇനി ഇവിടോട്ട് താഴോട്ട് ഒരു റെസിസ്റ്റർ പോകുന്നുണ്ട്. അതാണ് അടുത്തത് ഇങ്ങനെ മൈനസ് പ്ലസ്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 15 ഓം റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ആണ് അല്ലേ. അപ്പോൾ 15 ഓം റെസിസ്റ്റർ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഇത് 20 ഓം, ഇത് 15 ഓം, ഇത് 10 ഓം, ഇതെന്ന് പറയുന്നത് 100 വോൾട്ട്, ഇതെന്ന് പറയുന്നത് 10 ഓം റെസിസ്റ്ററാണ്, ഇത് 10 ഓം റെസിസ്റ്റർ, ഇതെന്ന് പറയുന്നത് 80 വോൾട്ടാണ്. അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റെപ്സ് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം റഫറൻസ് നോഡിനെ സെലക്ട് ചെയ്യുക അല്ലേ. റഫറൻസ് നോഡ് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ബാക്കിയുള്ള റിമൈനിങ്
നോട്ട്സിനെ നമുക്ക് നമ്പറിങ് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ ഇതാണ് റെഫറൻസ് ആയിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് V1, ഇത് V2, ഇത് V3. ഇത് V3 ആണ്. V3 ഈക്വൽ ടു 0 പൊട്ടൻഷ്യൽ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഗ്രൗണ്ട് ചെയ്തേക്കിയല്ല. അപ്പോൾ 0 പൊട്ടൻഷ്യൽ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ V1 നോഡിൽ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? ഇതിലോട്ട് I1, താഴ്പോട്ട് I2, ഇതിലോട്ട് I3 അല്ലേ. അതേ കണക്ക് ഈ ഒരു നോഡ് എടുക്കുവാണെങ്കിൽ അവിടെ എങ്ങനെ വരും? ഇങ്ങോട്ട് I4, താഴ്പോട്ട് I5, ഇങ്ങോട്ട് I6 എഴുതാമല്ലോ. ഇനി നമുക്കിങ്ങനെ എഴുതാമല്ലോ, I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് പറയുന്നത് 0 ആണെന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം V1 അല്ലേ, V1 മൈനസ് V1 ഇങ്ങനെയല്ലേ പോകുന്നത്, V1 മൈനസ് പ്ലസ് ടു മൈനസ് ആയതുകൊണ്ടാണ് മൈനസ് വന്നത്, 100 പിന്നെ ഇങ്ങോട്ടല്ലേ മൈനസ് V3 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? 20 മാത്രമേ വരുന്നുള്ളൂ അല്ലേ. 20, അതായത് I1 എന്ന് പറയുന്നത് V1 മൈനസ് 100 മൈനസ് V3 ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് I1 കിട്ടും അല്ലേ. പ്ലസ് I2നെ നമുക്ക് എങ്ങനെ എഴുതാം? I2 ഇതുവഴി ഫ്ലോ ചെയ്യുന്നത് നോക്കിക്കേ, I2 കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഇങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? V1 മൈനസ് V3 ഡിവൈഡഡ് ബൈ അതിൽ അക്രോസ് റെസിസ്റ്റർ 10 ഓം പ്ലസ് I3 കറണ്ട് എങ്ങനെ ഇങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ അവിടെ വരുന്ന റെസിസ്റ്റർ 15 വിച്ച് ഇസ് ഈക്വൽ ടു 0. V1 മൈനസ് 100 മൈനസ് V3 എന്ന് പറയുന്നത് എന്താണ്? 0. അപ്പോൾ അത് കൊടുക്കണ്ട. അപ്പോൾ V1 മൈനസ് 100 ബൈ 20 പ്ലസ് V1 ബൈ 10 പ്ലസ് V1 മൈനസ് V2 ബൈ 15 ഇസ് ഈക്വൽ ടു 0. 20, 10, 15 LCM എന്ന് പറയുന്നത് അവിടെ 60 ആണ്. അപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 3V1 മൈനസ് 300 പ്ലസ് 6V1 പ്ലസ് 4V1 മൈനസ് 4V2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 60 ഈക്വൽ ടു 0. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഏതൊക്കെ ടേംസ് ആണ് V1ലുള്ളത്? 3V1, 6V1, 4V1. 4, 3, 7, 7, 6 എന്ന് പറയുന്നത് എന്താണ്? 13 ആണ് അല്ലേ. 13V1. ഇനി V2ൻ്റെ ടേംസ് എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ അല്ലേ. മൈനസ് 4V2. ഇനി ഈ 60 ഇവിടെ പോകുമ്പോൾ എന്ത്? 0 ആകും. മൈനസ് 300 ഇസ് ഈക്വൽ ടു 0. മൈനസ് 300നെ RHSലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും പ്ലസ് 300 ആവും. ഇതെൻ്റെ ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി അതേപോലെ സെക്കൻഡ് ഏതാണ്? I4 പ്ലസ് I5 പ്ലസ് I6 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ ടേംസിൽ V ആൻഡ് Rൽ എഴുതി I4നെ നമുക്ക് എങ്ങനെ എഴുതാം? I4നെ നോക്കിക്കേ, I4 ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ V2 മൈനസ് V1, V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 15 പ്ലസ് I5 എന്ന് പറയുന്നത് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങോട്ട് താഴോട്ട് അല്ലേ. V2 മൈനസ് V3 ഡിവൈഡഡ് ബൈ അവിടുത്തെ വരുന്ന റെസിസ്റ്റൻസ് 10 ഓം പ്ലസ് I6 ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. I6 ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ V2 മൈനസ് ടു പ്ലസ് ആണ്. അപ്പോൾ V2 പ്ലസ് 80 മൈനസ് V3 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റർ ഏതാണ്? 10 ഓം ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും V3യുടെ ടേം എടുക്കണ്ട, കാരണം അത് 0 ആണ് അല്ലേ. V2 മൈനസ് V1 ബൈ 15 പ്ലസ് V2 ബൈ 10 പ്ലസ് V2 പ്ലസ് 80 ബൈ 10. 15, 10, 10 LCM ഏതാണ്? 30 ആണ് അല്ലേ. അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം? 30 അല്ലേ. 2V2 മൈനസ് 2V1 പ്ലസ് 3V2 പ്ലസ് 3V2 പ്ലസ് 440 ദ ഹോൾ ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 0 എന്ന് എനിക്ക് എഴുതാമല്ലോ. അപ്പോൾ ഈ 13 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ടേം 0 ആകും. ഇവിടെ ഏതൊക്കെ ടേംസ് ഒരുമിച്ച് എഴുതാൻ പറ്റും? 2V2, 3V2, 5V2, 3V2, 5, 3, 8 അല്ലേ. 8V2 പിന്നെ മൈനസ് 2V1 ഒരു ടേമേ ഉള്ളൂ. മൈനസ് 2V1
പ്ലസ് 240 ഈസ് ഈക്വൽ ടു 0. 240 അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 240 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കിക്കേ, ഞാനിതിൻ്റെ മെട്രിക്സ് ഫോമിൽ എഴുതുവാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഇതല്ലേ, ഇതിൽ V1 ടേംസ് ഏതൊക്കെയാണ്? 13, V2 ടേം -4, സെക്കൻഡ് ഇക്വേഷനിൽ V1 ടേം -2, V2 ടേം എന്ന് പറയുന്നത് 8. V1 V2 which is equal to റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ 300, മറ്റത് -240. അങ്ങനെ എഴുതാമല്ലോ. ഇനി ഇതിൽ ഞാൻ ക്രേമർ റൂൾ അപ്ലൈ ചെയ്യണം. അപ്ലൈയിങ് ക്രേമർ റൂൾ. നമുക്കിതിനെങ്ങനെ എഴുതാം? ഫസ്റ്റ് കോളത്തിനെ ഇത് വെച്ച് എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് 300 -240, ഇവിടെ -4ഉം 8ഉം അതേ കണക്ക് കൊടുക്കുക, ഡിവൈഡഡ് ബൈ 13 -4 -2 8. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കണം? 13 × 8 -2 × -4. അപ്പോൾ 13 × 8, 8 3 24, 8 9 10, 104 -2 × -4 എന്ന് പറയുന്നത് +8, പിന്നെ ഈ ഒരു മൈനസ് ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവിടെ -8. 104 -8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 96 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ നമുക്ക് 96 ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് നോക്കാം, എങ്ങനെ എഴുതാം? 300 × 8 അല്ലേ, 8 3 24, 2400 -4 × -240 ചെയ്യുമ്പോഴത്തേക്കും 2400 -4 4 16, 4 2 8 9, 960. 2400ൽ നിന്ന് 960 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1440 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ 1440നെ എന്തിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക? 96 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V1 കിട്ടും. V1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 15 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. V1 = 15 വോൾട്ട്. നമ്മുടെ V1 ആണ് കിട്ടിയത്. V1 = 15 വോൾട്ട്. ഇനി അതേ കണക്ക് V2 കണ്ടുപിടിക്കാം. V2 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് കോളത്തിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? 13 -2 അതേ കണക്ക് വരും. മറ്റേ ടേം എന്താകും? 300 -240 ഡിവൈഡഡ് ബൈ, ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എത്രയാണ് നമുക്ക് കിട്ടിയേ? 96 ഡിവൈഡഡ് ബൈ 96 ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 13 × -240 -300 × -2 ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? 13 × -240 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കിട്ടുന്നത്? -3120. അടുത്തത് ഈ മൈനസ് ടേം അവിടെ ഉണ്ട്. 300 × -2 എന്ന് പറഞ്ഞാൽ -600, മൈനസ് ഓഫ് മൈനസ് പ്ലസ് 600 ആകും. നമ്മുടെ ആൻസർ എന്തായാലും മൈനസിലേക്ക് കിട്ടുള്ളൂ, കാരണം മൈനസ് ടേം ആണ് കൂടുതൽ അല്ലേ. ചെയ്യുമ്പോഴത്തേക്കും -2520 എന്ന് കിട്ടും. ഈ കിട്ടിയ വാല്യൂവിനെ നമുക്ക് എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യണം? 96 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2520 ഡിവൈഡഡ് ബൈ -2520 ഡിവൈഡഡ് ബൈ 96 ചെയ്യുമ്പോൾ നമുക്ക് 26.25 വോൾട്ട് എന്ന് എന്ത് കിട്ടും? V2 കിട്ടും. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന എന്താണ്? ഫൈൻഡ് ദ കറണ്ട് ത്രൂ 15 ഓം റെസിസ്റ്റർ. ഈ വരുന്ന 15 ഓം റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഈ 15 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് അല്ലേ. അപ്പം 15 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് V1 minus V2 the whole divided by 15. V1 എന്ന് പറയുന്നത് എത്രയാണ്? 15 വോൾട്ട് മൈനസ് V2 -26, മൈനസ് ഓഫ് മൈനസ് പ്ലസ് 26.25 ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? I3 കിട്ടും. I3യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2.75 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോഡൽ അനാലിസിസ് വെച്ചിട്ട്
സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ, ബൈ നോഡൽ അനാലിസിസ് ഫൈൻഡ് ദ കറണ്ട് ത്രൂ 100 ഓം റെസിസ്റ്റർ. ഈ 100 ഓം റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ, നോഡൽ അനാലിസിസ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ റെഫറൻസ് നോഡായിട്ട് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് നോഡ് V1, V2 ആൻഡ് ദിസ് വൺ V3. V3 ഈക്വൽ ടു എന്താണ്? 0. ഗ്രൗണ്ട് ചെയ്തേക്കുക, അപ്പോൾ 0 പൊട്ടൻഷ്യലാണ്. ഇനി ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1, താഴ്പോട്ട് I2, ഇങ്ങോട്ട് I3. ഈ ഒരു നോഡ് എടുക്കുവാണെങ്കിലോ ഇങ്ങോട്ട് I4, താഴ്പോട്ട് I5, ഇങ്ങോട്ട് I6. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് പറയുന്നത് 0 ആണ്. ഇത് വെച്ച് ഇൻ ടേംസ് ഓഫ് V ആൻഡ് R നമുക്ക് എഴുതാമല്ലോ. അതായത് I1 എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. അപ്പം V1 മൈനസ് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലേ, +2 മൈനസ് അപ്പോൾ മൈനസ് ആണ്, 60 മൈനസ് V3 ഡിവൈഡഡ് ബൈ ആ റെസിസ്റ്റർ എത്രയാണ്? 20 പ്ലസ് I2 നമുക്കിവിടെ എടുക്കണോ? വേണ്ട, കാരണം I2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. 1 ആംപിയർ എന്ന് ക്വസ്റ്റിലുണ്ട് അല്ലേ. അടുത്ത I3യുടെ കേസ് നോക്കിയാൽ മതി. I3 എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പം I3 ഫ്ലോ ചെയ്യുന്ന V1 മൈനസ് V2 ബൈ 30 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ V3യുടെ വാല്യൂ 0 ആണ് അല്ലേ. ഇതാ ഇവിടെ V3 0 ആണെന്ന് നമ്മളറിയാം. V1 മൈനസ്, അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? V1 മൈനസ് 60 ബൈ 20 പ്ലസ് V1 മൈനസ് V2 ബൈ 30. 30, 20 LCM എന്താണ്? 60 ആണ് അല്ലേ. 60 വരുമ്പോഴത്തേക്കും 3V1 മൈനസ് 180 പ്ലസ് 2V1 മൈനസ് 2V2 the whole divided by 60 which is equal to 0. 3V1 2V1 വരുമ്പോൾ 5V1 then minus 2V2 minus 180 the whole by 60 which is equal to 0. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 5V1 മൈനസ് 2V2 ഈക്വൽ ടു 180 ആയിട്ട് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതാം അല്ലേ. അതേ കണക്ക് അടുത്ത കേസ് എടുക്കാം. I4 പ്ലസ് I5 പ്ലസ് I6 എന്ന് പറയുന്നത് 0. I4 കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏത് ഡയറക്ഷനാണ്? ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട്. അപ്പോൾ V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ അവിടെ വരുന്ന റെസിസ്റ്റർ എന്ന് പറയുന്നത് 30 ആണ്, പ്ലസ് I5 എന്ന് പറയുന്നത് താഴ്പോട്ടാണ് അല്ലേ. അപ്പോൾ V2 +2 മൈനസ് ആണ് വോൾട്ടേജ് സോഴ്സ്, അപ്പോൾ മൈനസ് 40 മൈനസ് V3 the whole divided by അവിടുത്തെ റെസിസ്റ്റർ എത്രയാണ്? 50 ഓം ആണ്, പ്ലസ് I6 എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെ അല്ലേ. അപ്പോൾ V2 മൈനസ് V3 ഡിവൈഡഡ് ബൈ 100 ഓം ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ V3 നോക്കണ്ട, V3 0 ആയതുകൊണ്ട് എടുക്കണ്ട. V2 ബൈ 30 പ്ലസ് V2 മൈനസ് 40 ബൈ 50 പ്ലസ് V2 ബൈ 100. LCM നോക്ക്, 30, 50, 100 ആണ്. LCM എന്താണ്? 300 ആണ് LCM. LCM ഇവിടെ വരുന്നത് 300 ആണ് അല്ലേ. 10V2 പ്ലസ് 6V2 മൈനസ് 240 പ്ലസ് ഇവിടെ 100 ആണ് അല്ലേ. 3V2 the whole divided by 300 is equal to 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? V2 16 അല്ലേ, പിന്നെ ഒരു 3V2 കൂടെ ഉണ്ട്. ഇവിടെ V2 മൈനസ് V1 ബൈ 30 ആണ്, ഇവിടെ V1 ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് ഇവിടെ എഴുതാം. മൈനസ് ഓഫ് V1ൻ്റെ ടേം ഇവിടെ LCM 300 അല്ലേ. അപ്പോൾ 10 മൈനസ് 10V1 കൂടെ ഇവിടെ ഉണ്ട്, അത് മിസ്സായതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? 10V2 6V2 16V2 പ്ലസ് 3 19V2 മൈനസ് 10V1. ഇതിങ്ങോട്ടൊപ്പം 0 അല്ലേ, ഈക്വൽ ടു 0 അല്ലേ, അപ്പോൾ ഇതിങ്ങോട്ടൊപ്പം 0 ആകും. ദെൻ അടുത്തുള്ളത് മൈനസ് 240, അതിനപ്പുറത്തോട്ടുണ്ടോ, അപ്പോൾ പ്ലസ് 240യുടെ ടേംസിൽ കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിനെ രണ്ടിനെയും മെട്രിക്സ് ഫോമിൽ ഒന്ന് എഴുതാം. ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെ നമുക്കൊന്ന് മെട്രിക്സ് ഫോമിലോട്ടാക്കാം. ഓക്കെ, മെട്രിക്സ് ഫോമിലോട്ടാക്കുമ്പോഴത്തേക്കും എങ്ങനെ വരും? ഫസ്റ്റ് ഇക്വേഷനിൽ V1 ടേം 5 മൈനസ് 2, ദെൻ സെക്കൻഡ് ഇക്വേഷനിൽ V1 ടേം എന്ന് പറയുന്നത് മൈനസ് 10, V2 ടേം 19, V1 V2
വിച്ച് ഈസ് ഈക്വൽ ടു അവിടുത്തെ റെസിസ്റ്റർ ഫസ്റ്റ് കേസ് 180 ആണ്. 180 സെക്കൻഡ് കേസിൽ 240. ഓക്കെ, ക്രേമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ക്രേമേഴ്സ് റൂൾ. ക്രേമേഴ്സ് അല്ലെങ്കിൽ ക്രാമേഴ്സ് എന്ത് വേണോ പറയാം. ക്രാമേഴ്സ് റൂൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കോളത്തിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം അല്ലേ. അപ്പോഴത്തേക്കും എങ്ങനെ വരും? 180 240 then minus 2 19 divided by 5 minus 2 minus 10 19. ഇതിൻ്റെ വാല്യൂ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. 5 into 19 minus 2 into minus 10. 5 into 19 എന്ന് പറയുന്നത് 95 ആണ്. മൈനസ് 2 into minus 10 plus 20 ആണ്. അപ്പോൾ ഈ ഒരു മൈനസ് അവിടെ ഉണ്ട്, അതുകൊണ്ട് -20 വിച്ച് ഇസ് ഈക്വൽ ടു 95 minus 20 എന്ന് പറയുന്നത് എന്താണ്? 75. ഈ വാല്യൂ 75 ആയിട്ട് കിട്ടി. ഇനി ഇത് കണ്ടുപിടിക്കാം. 180 into 19 minus 2 into 240 ചെയ്യുക വിച്ച് ഇസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ 3420 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും. 240 into 2 എന്ന് പറയുന്ന 480 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3900 എന്ന് കിട്ടും. ഈ 3900നെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുക? 75. 3900 by 75 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? 52 വോൾട്ട്. V1 is equal to 52 വോൾട്ട് എന്ന് കിട്ടും. അതേ കണക്ക് V2 കണ്ടുപിടിക്കാം. V2 കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് കോളമാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 5 minus 10 അതേ കണക്ക് വരും. 180 240 എടുക്കുക. ഇനി 5 into 240 minus 10 into 180 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 3000 എന്ന് കിട്ടും. ഓക്കെ, ഈ 3000നെ 75 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3000 divided by 75 ചെയ്യുമ്പോൾ നമുക്ക് V2 എന്ത് കിട്ടും? V2 is equal to എന്താ കിട്ടുന്നത്? 40 വോൾട്ട് എന്ന് കിട്ടും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് 100 ഓം റെസിസ്റ്റർ, അതായത് ഈ റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I6 ആണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ V2 minus V3 divided by 100 എന്ന് എഴുതാം അല്ലേ. V2 minus V3 by 100 എന്നുള്ളത് എങ്ങനെ എഴുതാം? V2 minus V3 by 100. V2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് V2? 40 minus V3 0 ആണ്, ഡിവൈഡഡ് ബൈ 100 വിച്ച് ഇസ് ഈക്വൽ ടു 40 by 100 ചെയ്യാൻ പറ്റും. 2 4 2 5 10 2/5 എന്ന് പറഞ്ഞ് കിട്ടും. 2/5 എന്ന് പറയുന്നത് എന്താണ്? 0.4 ആംപിയർ എന്ന് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ കറണ്ട് I3 കറണ്ടാണ് ഈ വഴി ഈ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന. I3യുടെ വാല്യൂ എന്താണ്? I3 ഈക്വൽ ടു 0.4 ആംപിയർ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോഡൽ അനാലിസിസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.